ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയും ടെൻഷനാണ്. കാരണം എനിക്കൊരു ബാക്ക്ഗ്രൗണ്ടും ഇതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞാൻ ഷൂട്ടിംഗ് നേരിട്ട് കണ്ടിട്ടും കൂടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു ഓഡിഷൻ പോയായിരുന്നു. ഓഡിഷൻ പോയ സമയത്ത് ഇതേപോലെ ആദ്യമായിട്ട് പോയി ക്യാമറയുടെ ഫ്രണ്ടിലും മൈക്കും അവർ കുറച്ച് പേര് ഫ്രണ്ടിൽ നിന്നിട്ട് സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ പിന്നെ ഡയലോഗ് തന്നപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി. വെപ്രാളോ എങ്ങനെയെങ്കിലും അത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഓടിയാൽ മതിയെന്നായി അവിടെ നിന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എനിക്ക് പറഞ്ഞിട്ടുള്ള പരിപാടിയല്ല ഇത് അഭിനയം. ഞാൻ ഇനി എന്ത് ചെയ്യും? കാരണം ചെറുപ്പം തൊട്ട് ഒരു 9ാം ക്ലാസ് തൊട്ട് സിനിമ നടനാവണമെന്നുള്ള സ്വപ്നം കണ്ട് വന്നിട്ട് ഒരു മൊമെന്റിൽ വെച്ച് ഞാൻ മനസ്സിലാക്കുവാണ് ഞാനൊന്നിനെ കൊള്ളൂന്നുള്ള സത്യം. അതിൻ്റെ ഒരു അസോസിയേറ്റ് അല്ലെങ്കിൽ ഒരു ചേട്ടൻ, എനിക്ക് ഫ്രണ്ട് പോലത്തെ ചേട്ടനാണ്, പുള്ളിക്കാരൻ വിളിച്ചിട്ടാണ് ഞാൻ ചെല്ലണത്. അപ്പോൾ പുള്ളി വിളിച്ച് വാടക നോക്കുന്നതുകൊണ്ട് വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ചെന്നപ്പോഴത്തേക്കും അവിടെ സെക്കൻഡ് റൗണ്ട് എന്തോ ഓഡിഷനാണ്. ഞാൻ ഡയറക്റ്റ് അതിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ഓഡിഷനിൽ നിന്ന് കുറേ പേര് വന്നിട്ട് അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ടാണ് ഇവർ വന്നേക്കുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ അപ്പോൾ ഇവരൊക്കെ നല്ല നടന്മാരും നടിമാരും ആണല്ലേ, ഞാനിവിടെ മുമ്പിൽ പോയിട്ട് ഇതൊക്കെ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ട്.